ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അതായത് പഞ്ചലോക വർഗീകരണത്തിൻ്റെ ക്രൈറ്റീരിയയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വിശദമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ലോകത്തുള്ള ജീവിവർഗങ്ങളെ 5 കിങ്ഡംസ് ആക്കി തിരിച്ചത് 1969 R.H. വിറ്റേക്കർ എന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആണ്. വളരെ കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനമാക്കി മാത്രം ക്ലാസിഫിക്കേഷൻ നടത്തിയതായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതിനാൽ തന്നെ വിവിധ സ്വഭാവങ്ങളടങ്ങിയിട്ടുള്ള ജീവിവർഗങ്ങൾ ഒരേ ഗ്രൂപ്പിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ദി 5 കിങ്ഡംസ് ആർ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ഫഞ്ചൈ ആൻഡ് കിങ്ഡം അനിമാലിയ. ക്രൈറ്റീരിയ ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിശദമായി പരിശോധിക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് R.H. വിറ്റേക്കർ അടിസ്ഥാനമാക്കിയ മാനദണ്ഡങ്ങളാണ് ഇനി പറയുന്നത്. 1. കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ, കോശഘടനയുടെ സങ്കീർണത. ബാക്ടീരിയകൾ പോലെയുള്ള ജീവികളിൽ അവയുടെ ന്യൂക്ലിയർ മെറ്റീരിയലിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എന്നുള്ളതുകൊണ്ട് ഇത്തരം ന്യൂക്ലിയസുകളെ പ്രോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രോ കാരിയോൺ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് പ്രോകാരിയോൺ ഉള്ള സെല്ലുകളെ പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്നും അത്തരം സെല്ലുകളുള്ള ജീവികളെ പ്രോകാരിയോട്സ് എന്നും വിളിക്കുന്നു. ലളിതമായ ഘടനയാണ് ഇവയ്ക്കുള്ളത്. എന്നാൽ ഉയർന്ന ഇനം പ്ലാന്റ്സിലും അനിമൽസിലും എല്ലാം ഇത്തരം കോശങ്ങളിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ് ഉള്ളത്. വളരെ സങ്കീർണമായ ഒരു ഘടനയാണ് ഇത്തരം കോശങ്ങൾക്ക് ഉള്ളത്. ഇത്തരം ന്യൂക്ലിയസുകളെ യൂക്കാരിയോൺ എന്നും യൂക്കാരിയോൺ ഉള്ള സെല്ലുകളെ യൂക്കാരിയോട്ടിക് സെല്ലുകൾ എന്നും യൂക്കാരിയോട്ടിക് സെല്ലുകളുള്ള ജീവികളെ യൂക്കാരിയോട്സ് എന്നും വിളിക്കുന്നു. അങ്ങനെ വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കോശങ്ങളുടെ സങ്കീർണത അനുസരിച്ച് 2 തരം ജീവികളാണുള്ളത്, പ്രോകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രോകാരിയോട്സ് ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം മൊണീറ. ബാക്കി എല്ലാ കിങ്ഡംസും, അതായത് കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമാലിയ, ഇവയിലെല്ലാം യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ് ഉള്ളത്. അടുത്തത് കോംപ്ലക്സിറ്റി ഓഫ് ബോഡി ഓർഗനൈസേഷൻ, ശരീരഘടനയുടെ സങ്കീർണത. ശരീരമുണ്ടാക്കാനായിട്ടുള്ള സെല്ലുകളുടെ എണ്ണമനുസരിച്ച് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും എന്ന രീതിയിൽ ഉണ്ട്. ഏകകോശ ജീവികളിലെ കോശഘടനയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണെങ്കിലും ബഹുകോശ ജീവികളിലുള്ള ശരീരഘടന വളരെയധികം സങ്കീർണത നിറഞ്ഞതാണ്. ഏകകോശ ജീവികളിൽ ഒരു ജീവിയിൽ നടക്കേണ്ട എല്ലാവിധ ജീവൽ പ്രവർത്തനങ്ങളും ഒരു ഒറ്റ കോശം തന്നെയാണ് നിർവഹിക്കുന്നത്. എന്നാൽ ബഹുകോശ ജീവികളിൽ ഓരോ ജീവൽ പ്രവർത്തനത്തിനും പ്രത്യേകം സെല്ലുകൾ അടങ്ങുന്ന ടിഷ്യൂ, ചിലപ്പോൾ ടിഷ്യൂകൾ കൂട്ടം ചേർന്ന് ഓർഗൻസ് കൂട്ടം ചേർന്ന് ഓർഗൻ സിസ്റ്റം എന്നീ നിലകളിൽ പ്രവർത്തിച്ച് ഡിവിഷൻ ഓഫ് ലേബർ എന്ന ഒരവസ്ഥ സംജാതമാകുകയും സങ്കീർണമായ ജീവൽ പ്രവർത്തനങ്ങൾ വിവിധ തരത്തിലുള്ള ബോഡി പാർട്സ് നിർവഹിക്കുകയും ചെയ്യുന്നു. ഫംഗസുകൾ പോലെയുള്ള ജീവികളിൽ സെല്ലുകൾ കൂടിച്ചേർന്ന് ലൂസായിട്ടുള്ള ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നു. ഒരു പ്ലാന്റ് ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ വിവിധ തരത്തിലുള്ള ടിഷ്യൂസ് ഉള്ളതായി കാണാം. എന്നാൽ ഹയർ അനിമൽസിൽ ഇത്തരത്തിലുള്ള ഓർഗൻസ് കൂടിച്ചേർന്ന് ഓർഗൻ സിസ്റ്റങ്ങൾ എന്ന ലെവലിലേക്ക് എത്തുകയും മാക്സിമം കോംപ്ലക്സിറ്റി അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വിറ്റേക്കർ ഈ സ്വഭാവവിശേഷങ്ങൾ കണക്കിലെടുക്കുകയും ജീവികളെ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്രൈറ്റീരിയയാണ് പോഷണ രീതി അല്ലെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ജീവികളെ പൊതുവെ 2 ഗ്രൂപ്പായി തിരിക്കാം. ഒന്ന്
ചുറ്റുപാടുകളിൽ നിന്ന് ലളിതമായ വസ്തുക്കൾ സ്വീകരിച്ച് സൂര്യപ്രകാശത്തിൻ്റെയോ കെമിക്കൽ എനർജിയുടെയോ സഹായത്തോടെ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികൾ. അവയെ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. സ്വപോഷികളായ ഇവയെ ഫോട്ടോ ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോഫ്സ് എന്നീ 2 തരത്തിൽ ഉണ്ട്. ആഹാര നിർമ്മാണത്തിനാവശ്യമായ എനർജി ലൈറ്റിൽ നിന്ന് സ്വീകരിക്കുന്നവയാണ് ഫോട്ടോ ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസംസ്. എന്നാൽ കെമിക്കൽസിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നവയാണ് കീമോ ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ കീമോ സിന്തറ്റിക് ഓർഗാനിസംസ്. ആൽഗകൾ, പ്ലാന്റ്സ് എന്നിവ ഫോട്ടോ ഓട്ടോട്രോഫുകളാവുമ്പോൾ ബാക്ടീരിയകളായ അയൺ ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ തുടങ്ങിയവ കീമോ ഓട്ടോട്രോഫുകൾക്ക് ഉദാഹരണങ്ങളാണ്. സ്വയം ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത ആഹാരത്തിനായി മറ്റുള്ള ജീവികളെയോ മറ്റ് സോഴ്സുകളെയോ ആശ്രയിക്കുന്ന ജീവികളാണ് പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോഫ്സ്. അത്തരം പോഷണ രീതിയെയാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഈ ആഹാര സമ്പാദനം 3 രീതിയിൽ നടക്കുന്നു. ഒന്ന്, ഹോളോസോയിക് ന്യൂട്രീഷൻ. ഇവിടെ ആഹാരം ഖരരൂപത്തിലായിരിക്കുകയും അവയെ വിഴുങ്ങി കഴിക്കുകയും ഇൻജക്ഷൻ ചെയ്യുന്ന രീതിയാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. മനുഷ്യനടക്കം ഹയർ ജീവികൾ, അനിമൽസ് പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റൊരു രീതിയാണ് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ആഹാരം അബ്സോർബ് ചെയ്ത് ജീവിക്കുന്നത്. ഇവയെ സാപ്രോഫൈറ്റ്സ് എന്നും ന്യൂട്രീഷനെ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്നും വിളിക്കുന്നു. ഫംഗസുകൾ ഇവയ്ക്ക് നല്ല ഉദാഹരണങ്ങളാണ്. മറ്റൊന്നാണ് പാരസിറ്റിക് ന്യൂട്രീഷൻ, പരപോഷണം. ഇവിടെ ആഹാരം അബ്സോർബ് ചെയ്യുന്നത് ജീവനുള്ള മറ്റു ജീവികളിൽ നിന്നാണ്. സാപ്രോഫൈറ്റുകളിലും പാരസൈറ്റുകളിലും ഫുഡ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഈ ന്യൂട്രീഷനും വിറ്റേക്കർ ക്ലാസിഫിക്കേഷനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പാരിസ്ഥിതികമായി ജീവികൾ വഹിക്കുന്ന റോളുകൾ ഈ ക്ലാസിഫിക്കേഷനിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാരിസ്ഥിതികമായി ചില ജീവികൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നു. അവ സ്വയം ആഹാരം നിർമ്മിക്കാൻ ശേഷിയുള്ളവയാണ്. അവയെ നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പ് ജീവികളാണ് കൺസ്യൂമേഴ്സ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ. എല്ലാത്തരം അനിമൽസും ഇതിന് ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഡെഡ് ഓർഗാനിക് വേസ്റ്റിൽ നിന്ന് ആഹാരം സ്വീകരിച്ച് വളരുന്ന സാപ്രോഫൈറ്റ്സ്. അവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റിൽ വളരുകയല്ല, ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിഘടിച്ച് ജീവിക്കുന്നവയാണ്. ആ വിഘടനത്തിലൂടെ ഉണ്ടാകുന്ന ഫുഡ് മെറ്റീരിയൽസ്, ന്യൂട്രിയൻസാണ് അവ സ്വീകരിക്കുന്നത്. ഇവയെ ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുന്നു. ഫംഗസുകളും ബാക്ടീരിയകളും നല്ല ഉദാഹരണങ്ങളാണ്. ഫൈലോജനി എന്നാൽ പരിണാമചരിത്രം. ഓരോ ഇനം ജീവികൾക്കും അവയുടേതായിട്ടുള്ള പരിണാമചരിത്രം ഉണ്ട്. വിവിധ കിങ്ഡങ്ങൾ തമ്മിൽ ഈ പരിണാമചരിത്രങ്ങളുടെ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിൽ കിങ്ഡം മൊണീറ ആണ് ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഓർഗാനിസങ്ങൾ അടങ്ങുന്ന കിങ്ഡം. ഇതിൽ നിന്ന് വെൽ അഡ്വാൻസ്ഡ് ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലുലാറായ കിങ്ഡം പ്രോട്ടിസ്റ്റ ഉണ്ടായി. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നിന്ന് റേഡിയേറ്റഡ് ആയി കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം അനിമാലിയ എന്നീ ഗ്രൂപ്പുകളും ഉണ്ടായി. വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരു ട്രീ പോലെ കരുതുകയാണെങ്കിൽ ആ ട്രീയുടെ ബേസ് കിങ്ഡം മൊണീറ, അതിൽ നിന്ന് ഉണ്ടായ മെയിൻ സ്റ്റെം എന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ, അതിൽ നിന്ന് ബ്രാഞ്ചുകളായി കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ഫഞ്ചൈ ആൻഡ് കിങ്ഡം അനിമാലിയ ഉണ്ടായി. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. It brings out the phylogeny in the living world.
ജീവലോകത്തിൻ്റെ പരിണാമചരിത്രം വളരെ നല്ല രീതിയിൽ പ്രയോഗപ്പെടുത്തിയിരിക്കുന്നു. പ്രൊക്കാരിയോട്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദി പ്ലാന്റ് കിങ്ഡം ഇൻറ്റു ആൻ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം ഓഫ് കിങ്ഡം മൊണീറ. പ്രൊക്കാരിയോട്ടുകളെ കിങ്ഡം പ്ലാന്റിൽ നിന്ന് മാറ്റി കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആർ പുട്ട് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം കോൾഡ് പ്രോട്ടിസ്റ്റ. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടുകൾക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന ഒരു പ്രത്യേക കിങ്ഡം തന്നെ കൊടുത്തിരിക്കുന്നു. ഫഞ്ചൈ ആർ എലിവേറ്റഡ് ടു ദി റാങ്ക് ഓഫ് എ സെപ്പറേറ്റ് കിങ്ഡം ഓഫ് കിങ്ഡം ഫഞ്ചൈ. ഫംഗസുകൾക്ക് ഒരു പ്രത്യേക കിങ്ഡം തന്നെ കൊടുത്ത് ഉയർത്തിയിരിക്കുന്നു. ഓർഗാനിസംസ് ആർ പ്ലേസ്ഡ് based on gradual evolution of early organisms into plants and animals, so this classification is more natural. Plants, animals എന്നിവ അവരുടെ പൂർവികരിൽ നിന്ന് ക്രമേണ പരിണമിച്ചുണ്ടായതാണ് എന്ന രീതിയിൽ ജീവികൾക്ക് സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ക്ലാസിഫിക്കേഷൻ കൂടുതൽ നാച്ചുറൽ ആണ്. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമതായി, യൂണിസെല്ലുലാർ അല്ലെങ്കിൽ കൊളോണിയൽ ആൽഗകളായ ക്ലാമിഡോമോണസ്, വോൾവോക്സ് എന്നിവയെ കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്ലൈം മൗൾഡുകൾ മറ്റ് പ്രോട്ടിസ്റ്റുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇവയെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കിങ്ഡം മൊണീറയിലും കിങ്ഡം പ്രോട്ടിസ്റ്റയിലും ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക് ഫോംസ് അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല സെൽ വോൾ ഉള്ളവയും ഇല്ലാത്തവയും ഉണ്ട്. അതുകൊണ്ട് വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളാണ് ഇവ. ഹെട്രോജീനസ് ഗ്രൂപ്പുകളാണ് ഇവ. വൈറസിന് ഈ ക്ലാസിഫിക്കേഷനിൽ യാതൊരു സ്ഥാനവുമില്ല. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം അനിമാലിയ ഇതിലെ ജീവികൾ വിവിധ പൂർവികരിൽ നിന്നും ഇൻഡിപെൻഡൻ്റായി ഉണ്ടായവയാണ്. അതിനാൽ അവ പോളിഫൈലറ്റിക് ആണ്. എന്നാൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇവ മോണോഫൈലറ്റിക് ആണ്. ആർക്കിബാക്ടീരിയ മറ്റ് പ്രോകാരിയോട്ടുകളിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. റെഡ് ആൽഗകളും ബ്രൗൺ ആൽഗകളും കിങ്ഡം പ്ലാന്റയിലെ മറ്റ് അംഗങ്ങളുമായി അധികം സാമ്യതകളില്ല. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ചാർട്ടിൽ കാണുക. വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്യാരക്ടേഴ്സ് നോട്ട് ചെയ്യുക. മറ്റു ചിലരുടെ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻസ് ആണ് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽസ് ക്ലാസിഫിക്കേഷൻ, ബെസീസ് ക്ലാസിഫിക്കേഷൻ, ഹച്ചിൻസൺസ് ക്ലാസിഫിക്കേഷൻ, തക്തജൻസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്രോൺഗിസ് ക്ലാസിഫിക്കേഷൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. പിന്നീട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. നന്നായി എഴുതുക, നന്നായി വായിക്കുക, നന്നായി പഠിക്കുക. നല്ലത് വരട്ടെ. Thank you very much. Subscribe Values Science World for more videos.